നിങ്ങൾ ലിനക്സും വിൻഡോസും ഒക്കെ ഡുവൽ ബൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, വിൻഡോസിലിരുന്നു കൊണ്ട് ലിനക്സ് പാർട്ടീഷനുള്ള ഫയൽസുകളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതേസമയം ലിനക്സിലിരുന്നു കൊണ്ട് വിൻഡോസ് പാർട്ടീഷനുള്ള ഫയൽസുകളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണ്, അതായത് വിൻഡോസിലിരുന്നുകൊണ്ട് തന്നെ ലിനക്സ് പാർട്ടീഷനുള്ള ഫയൽസുകൾ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല കിടിലം പ്രോഗ്രാമാണ് ലിനക്സ് റീഡർ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലിനക്സ് റീഡർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പം അതെടുക്കുക. ഓക്കെ, അപ്പോൾ ലിനക്സ് റീഡർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലൊരു സൈറ്റാണ് വരുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ലിനക്സ് റീഡർ 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഫ്രീ വേർഷനും പിന്നെ പ്രോ വേർഷനുമാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫ്രീ വേർഷൻ ട്രയൽ വേർഷൻ ഒന്നുമല്ല, നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്തുണ്ട്. പ്രോ വേർഷനകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഗെറ്റ് ഇറ്റ് ഫ്രീ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിലൊരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാനത് ക്യാൻസൽ ചെയ്യാണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡൗൺലോഡ് ലൊക്കേഷനിൽ പോവാം, അതായത് ഡൗൺലോഡ്സ് ഫോൾഡറിനകത്ത് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലിനക്സ് റീഡർ. ഇതിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. യൂസർ അക്കൗണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞൊരു വിൻഡോ വന്നിട്ടുണ്ട്, ഇവിടെ എസ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഡൗൺലോഡ്സ് എക്സ്പ്ലോറർ കളയാം. ഓക്കെ, ഇതാണ് നമ്മുടെ വിൻഡോ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ എഗ്രി എന്ന് പറഞ്ഞ് കൊടുക്കുക. ശേഷം ഇതെവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നിങ്ങളുടെ സി ഡ്രൈവിനകത്ത് സ്ഥലക്കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ സി ഡ്രൈവ് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പം അത് ഇൻസ്റ്റാളായി തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഫിനിഷ് എന്ന് പറഞ്ഞ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണോ വേണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അനോണമസ് യൂസേജ് സ്റ്റാറ്റിക്സ് സെൻഡ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ഇതാണ്, അത് നമുക്ക് ടിക്ക് കളയാം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെക്ക് ചെയ്യണോ എന്നുള്ളതാണ്, അത് നമുക്ക് കളയാം. ഇവിടെ റൺ ഡിസ്ക് ഇൻറ്റേർണൽസ് ലിനക്സ് റീഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടിക്ക് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് കളയാം. ഇതിപ്പോൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു പ്രോഗ്രാം ഓപ്പണായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കുറേ പാർട്ടീഷൻസുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോറർ എടുത്താൽ നമുക്ക് മനസ്സിലാവും, എക്സ്പ്ലോറർ ഇല്ലാത്ത പാർട്ടീഷനൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ എക്സ്പ്ലോററിനകത്ത് 2 പാർട്ടീഷനാണ് കാണിച്ചിരിക്കുന്നത്, പിന്നെ ഒരു DVD ഡ്രൈവും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതേസമയം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ലിനക്സ് റീഡറിനകത്ത് നമുക്ക് കുറേ പാർട്ടീഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഭാഗം സ്ഥലമില്ല, പാർട്ടീഷൻ ഒന്നും ചെയ്യാതെ ചുമ്മാ കിടക്കുക എന്നുള്ള ഫ്രീ സ്പേസ് ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്, അതായത് അൺഅലോക്കേറ്റഡ് സ്പേസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ലിനക്സ് എക്സ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്, അല്ലേ? 2 ലിനക്സ് എക്സ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലിനക്സ് സ്വാപ്പ് എന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഫാറ്റ് 60 എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ നമ്മൾ 2 ലിനക്സിൻ്റെ പാർട്ടീഷനാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് പാർട്ടീഷൻ വേണമെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഫയൽസ് കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ലിനക്സ് പാർട്ടീഷൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്? ആ ഒരു പാർട്ടീഷൻ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ പാർട്ടീഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മൗസിലെ ഇടത്തെ ബട്ടണിൽ 2 ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടീഷൻ ഓപ്പൺ ആയി വരും, കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഫയൽസ്, അതായത് ഫോൾഡേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്തുനിന്ന് ഒരു ഫയൽ കോപ്പി ചെയ്യാം. ഞാൻ ഹോമിനകത്ത് ചെല്ലുകയാണ്, ഇതാണ് ഹോം ഫോൾഡർ. ഇവിടെയാണ് നമ്മുടെ യൂസർ അക്കൗണ്ടിൻ്റെ ഫോൾഡറൊക്കെ കിടക്കുന്നത് ലിനക്സിൻ്റെ. ഓക്കെ, അതായത് യൂസർ അക്കൗണ്ടിൻ്റെ ഹോം ഫോൾഡർ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, ആക്ഷൻ ഗ്രാഫ് എന്നും ടൈഗർ എന്നും പറഞ്ഞിട്ട്. നമുക്ക് ആക്ഷൻ ഗ്രാഫ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കുറച്ച് ഫയൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവിടെ കിടപ്പുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മൈക്ക് വന്നിട്ട് ലാപ്ടോപ്പ് അത് പോസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോയ്ക്ക് ഒരു പ്രശ്നം വരും. അതായത് അതുകൂടി റെക്കോർഡ് ചെയ്യും, അത് മറ്റൊരു വീഡിയോയുടെ ഭാഗമായിട്ടുള്ളൊരു റെക്കോർഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, താഴെ ഒരു പ്രിവ്യൂ നമുക്ക് കാണിക്കും, കണ്ടില്ലേ? ആ വീഡിയോയുടെ ഒരു പ്രിവ്യൂ കാണിക്കും, കണ്ടില്ലേ? അപ്പം അത് നമുക്ക് പ്രിവ്യൂ ക്ലോസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു ഫയൽ കണ്ടു, ഇനി ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? അതായത് ഇപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനകത്ത് മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണം. അതെങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ കാര്യം. ഏത് ഫയലാണോ നിങ്ങൾക്ക് സേവ് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ അതായത് സാധാരണ ഇത് വിൻഡോസിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സേവ് ചെയ്യേണ്ടത്, ആ ഫയലിൻ്റെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. സേവ് ഫയൽസ്, മൗണ്ട് ടു സിസ്റ്റം, അപ്ലോഡ് FTP എന്ന് പറഞ്ഞിട്ട്. ഇതിൽ സേവ് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് മുന്നോട്ട് പോവുക. സേവ് ഫയൽസ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഫോൾഡർ സെലക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബ്രൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് ഫോൾഡർ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫോൾഡറിലാണ് ഇപ്പോൾ ഈ ഒരു ഫയൽ നമ്മളിപ്പം സേവ് ചെയ്യാൻ പോകുന്ന ഫയൽസ്, അതായത് പോയി കിടക്കാൻ പോകുന്നു. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലിക്ക് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫയലിൻ്റെ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? എന്തൊക്കെ ഫയൽസ് ആണെന്നുള്ളത് അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണം? നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആവും. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ സൈസ് ആണെങ്കിൽ അതായത് ഫയൽ സൈസ് കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുത്തുനിന്ന് വരും. ഇതിപ്പോൾ ചെറിയ സൈസ് ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി എൻ്റെ ഫിനിഷ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഡിസ്ക് ഇൻറ്റേർണൽസിൻ്റെ ലിനക്സ് റീഡർ മിനിമൈസ് ചെയ്തിടാം. നേരെ ഇന്ന് ഡോക്യുമെൻറ്റ്സിനകത്ത് നോക്കാം നമ്മുടെ ഫയൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇതാ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ നമുക്ക് ലിനക്സ് റീഡർ ഉപയോഗിച്ചിട്ട് ഇഷ്ടംപോലെ ഫയൽസുകൾ നമുക്ക് കോപ്പി ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ്സിനകത്ത് പോസ്റ്റ് പ്രോസസ്സർ എന്ന് പറയുന്ന കുറച്ച് ഫോൾഡർ കിടക്കുന്നു. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് സേവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ മനസ്സിലാക്കുക, ഇതിൻ്റെ മറ്റൊരു ടൈപ്പ് വരുന്നുണ്ട്, പ്രോ വെർഷനകത്ത് എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നുമില്ല. പിന്നെ പ്രോ വെർഷൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഫ്രീ വെർഷൻ തന്നെ നല്ലതാണ്. കാരണം ഫ്രീ വെർഷന് പ്രത്യേകിച്ച് ട്രയലൊന്നുമല്ല. അപ്പം അത്രയും കാര്യങ്ങൾ മതി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.